ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെട്ട് കേക്കാട്ടോ. ഇവിടെ അതിന്റെ പണിയിൽ നടക്കണ അച്ഛനാട്ടോ ഉണ്ടാക്കി തരുന്നേ. അപ്പൊ അച്ഛനൊക്കെ പണ്ട് ഇത് കുറെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അല്ലുവിനൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞങ്ങൾക്കും വൈകുന്നേരത്തെ ചായക്കടി ആയിട്ടൊക്കെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം എങ്ങനെയാണെന്ന്. അച്ഛൻ നല്ലൊരു കുക്കാണ്, അതിനുപരി നല്ലൊരു ഫ്രണ്ട്ലി ആയ ഒരാളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത്, നിനക്ക് വേണ്ടി ഞാനൊരു കേക്ക് ഉണ്ടാക്കി തരാം. അച്ഛൻ്റെ ഈ കേക്ക് അടിപൊളിയാണ്. പണ്ട് മുതലേ ഞങ്ങളെല്ലാവരും ഞങ്ങൾ എവിടേക്കെങ്കിലും വിരുന്ന് പോകുമ്പോഴൊക്കെ അച്ഛന് ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ ഞങ്ങൾക്ക് തരും. എല്ലാവരും വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ വരുമ്പോൾ പറയാനുള്ളത് ആകെ ഓർമ്മ ഇതാണ്, നിൻ്റെ അച്ഛൻ്റെ ആ കേക്ക് ഉണ്ടല്ലോ അടിപൊളിയാണ്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുകയെന്ന്. 1 കിലോ മൈദ കൊണ്ട് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടുക. എന്നിട്ട് ഒരു മുട്ട ഇട്ടിട്ട് ആ മുട്ട ഒന്ന് വിരൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അച്ഛൻ്റെ ഒരു ടെക്നിക്കാട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടോ, ഇളക്കി ആ മഞ്ഞക്കൊരും പഞ്ചസാരയും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മുട്ടയും റവയും പഞ്ചസാരയും ഒന്നും കൂടെ നല്ലോണം കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് മൈദയും റവയും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ കുഴച്ചെടുക്കണം. അവസാനം അച്ഛൻ കുഴച്ച് അത് ഈ പരുവാക്കി എടുത്തു കേട്ടോ. ഇനി അധികം ടൈമൊന്നുമില്ല, വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ ഒരു ചട്ടി വയ്ക്കാം. അടി കട്ടിയുള്ള ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വീട്ടിലുള്ളവർ അതിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത് നമ്മളിടുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇനി ആ മാവൊന്ന് നമുക്ക് പരത്തി കൊടുക്കുക. ഓവറായിട്ട് ചപ്പാത്തി പരത്തണ പോലെ പരത്തണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി ചെറിയൊരു കട്ടിയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതിനെ. ഇനി അത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോൾ നമ്മൾ സിമ്മാക്കി ഇട്ട് വെക്കണം കേട്ടോ, തീ അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേവാതെയാവും. ഇടുമ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഒരു കീറൽ കൊടുത്താലാണ് നമ്മളിത് വെന്ത് വരുമ്പോൾ വെട്ട് കേക്കായി മാറുക. അതാണ് ഇതിൻ്റെ പേരും വെട്ട് കേക്ക്. കണ്ടില്ലേ, അതിനിങ്ങനെ വെന്ത് വന്നപ്പോൾ ഒരു വെട്ട് പോലെ വന്നത്. അങ്ങനെയാവും നമ്മൾ വെട്ടിക്കൊടുത്താട്ടോ. ഇപ്പോൾ നമ്മൾ അടിപൊളി വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ പാൽ കേക്കും പറയും കേട്ടോ. നല്ല സോഫ്റ്റാവും, ഉള്ളിൽ പുറത്ത് കുറച്ചിങ്ങനെ കയറുമുറുകായിട്ടാവും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. വലിയവർക്കും പറ്റും കേട്ടോ. പിന്നെ നമുക്കൊരു ഒരാഴ്ചയൊക്കെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം, അങ്ങനത്തെ പാത്രത്തിലൊക്കെ അടച്ച് വെച്ചാൽ. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ കേട്ടോ വെട്ട് കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തരണം. ബായ്.